നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. കേരളത്തിലെ ബിജെപി ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. ചുമതലയിൽ നിൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ശാരീരിക ക്ഷീണം കാരണമെന്ന് മുൻ പ്രസിഡന്റ് CK പത്മനാഭൻ. സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രവർത്തകർ കുറ്റവാളികളാണെന്ന് കരുതുന്നില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് MP ജയരാജൻ. തെങ്ങ് കയറ്റവും തൊഴിൽ തന്നെ അംഗീകരിക്കണമെന്ന ആവശ്യവുമായി കളക്ടറേറ്റിൽ ധർണ. ചക്കരക്കല്ലിലെ ശാസ്ത്രീയ റോഡ് വികസനം. മൗവഞ്ചേരി UP സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യവുമായി കണ്ണൂരിലും ധർണ. പ്രതിഷേധം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ. മൈക്രോ പ്ലാസ്റ്റിക് അപകടകാരി. അവബോധവുമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈപ്പുസ്തകം. ആശാ വർക്കർമാരെ ചേർത്ത് നിർത്തി കോർപ്പറേഷൻ ബജറ്റ്. സമഗ്ര വികസനത്തിന് ഊന്നൽ. കണ്ണൂർ കളക്ടറേറ്റ് ഇനി ഹരിത കെട്ടിടം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നടത്തി. തളാപ്പിലെ ഓട്ടോ ഡ്രൈവർ സുധീന്ദ്രന്റെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണവുമായി മേയർ മുസ്ലിം മഠത്തിൽ. മാസപ്പടിയിലെ ഹർജി തള്ളി പ്രതികരിച്ച് MP ഗോവിന്ദൻ. നോക്കാം വിശദമായ വാർത്തകൾ. രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന BJP പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ശാരീരിക ക്ഷീണവും മറ്റു കാരണമാണെന്നും അതിൽ മറ്റ് അർത്ഥങ്ങൾ കാണേണ്ടെന്നും മുൻ സംസ്ഥാന പ്രസിഡന്റായ CK പത്മനാഭൻ. BJP കേന്ദ്ര നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു പരീക്ഷണത്തിനിറങ്ങിയിരിക്കുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് നാളെ അറിയേണ്ട കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്. അത്തരമൊരാളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവരിക എന്നത് പരീക്ഷണമാണെന്നും CKP കൂട്ടിച്ചേർത്തു. പുതിയ നേതൃത്വം നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നു. ഞാൻ വളരെ അതിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് അതൊരു പുതിയ പരീക്ഷണമാണ്. നമ്മുടെ BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിന് പകരം ഒരു പുതിയ ഒരു രീതിയിലേക്ക് കേരളത്തിൽ ഒരു പരീക്ഷണം നടത്തുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അത് തീരുമാനിക്കേണ്ട കാര്യമാണത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വേരുകൾ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ദേശമംഗലത്ത് ഉള്ളൊരു ആണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിലെ നമ്മുടെ കെൽട്രോണിൻ്റെ നമ്പ്യാരുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള ഒരു വലിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. സാധാരണ രാഷ്ട്രീയത്തിൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയുണ്ട്. ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവരുന്ന രീതിയുണ്ട്. IASകാരെ അങ്ങനെയുള്ള. പക്ഷേ ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവന്നാലും അവർക്കൊക്കെ MP ആക്കുക, മന്ത്രിയാക്കുക ആ തലത്തിലാണ്. പക്ഷേ സംഘടനയുടെ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പുതിയ പരീക്ഷണമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള ഈ ഒരു വരവ് അത് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനതിനെ വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മുഴപ്പിലങ്ങാട്ട് RSS പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രവർത്തകർ കുറ്റവാളികളാണെന്ന് പാർട്ടി കരുതുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. നേരത്തെ 10 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ഒരാളെ വെറുതെ വിട്ടിരുന്നു. ബാക്കി 9-ൽ 8 പേരെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും ജയരാജൻ അറിയിച്ചു. നേരത്തെ കോടതി കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഒരാളെ നിരപരാധിയാണെന്ന് കണ്ടെത്തി കുറ്റവിമുക്തനാക്കി. ബാക്കി 9 പേരുണ്ട്. അതിലൊരാളെ ജീവപര്യന്തത്തിനല്ല ശിക്ഷിച്ചത് എന്നാണ് അറിയുന്നത്. അയാളുടെ ശിക്ഷ എത്രയാണെന്നും അറിയില്ല. 3 വർഷം. എന്തായാലും ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. കോടതി ഇപ്പോൾ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത്. പക്ഷെ അതിൻ്റെ മേലെ നിരപരാധികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. തെങ്ങുകയറ്റ തൊഴിലാളികളെ തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികളായി അംഗീകരിക്കുക, ക്ഷേമനിധിയും പെൻഷനും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖില കേരള തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി PK പ്രവീൺ സമരം ഉദ്ഘാടനം ചെയ്തു.
തേജോവധം ചെയ്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്തുകൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാർ മുമ്പോട്ട് വരാത്തത് എന്ന് ഒരിക്കലും മനസ്സിലാകാത്ത ചോദ്യങ്ങളാണ്. ചില ചെറിയ സംഘടനകളായാലും ചെറിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളായാലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ദൈനംദിനം അവരുടെ തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിതം പുലർത്തുന്ന ഈ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്കോട് വേണ്ടി മാത്രം എന്തുകൊണ്ടാണ് ഈ വരുന്ന സർക്കാരുകൾ ഇങ്ങനെ അവഗണന കാണിക്കുന്നത് ഒരിക്കലും മനസ്സിലാക്കാത്ത രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഏത് ഗ്രാമത്തിൽ എടുത്തു കഴിഞ്ഞാലും കേരള സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും വലിയ വിളവുയർന്നു വരുന്നത് തെങ്ങ് കയറ്റ തൊഴിലാളികളും കേരവൃക്ഷങ്ങളാണ്. ഈ പേര് പോലും കേരവൃക്ഷത്തിന്റെ നാട് എന്നതിനെ അറിയപ്പെടുത്തുകൊണ്ടാണ് കേരളം സംസ്ഥാനം എന്ന് അറിയപ്പെട്ടത്. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ.ടി. ഭാസ്കരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ദിവാകരൻ കുറ്റ്യാട്ടൂർ സ്വാഗതം പറഞ്ഞു. സി വിജയൻ, തെക്കൻ സുനിൽകുമാർ, ബാബുരാജ് ഉളിക്കൽ, വർഗീസ് വയലാമണ്ണിൽ, മുഹമ്മദ് ഇംതിയാസ്, N.K. സുരേന്ദ്രൻ, മാലൂർ ദിവാകരൻ, കെ. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചക്കരക്കല്ലിലെ അശാസ്ത്രീയ റോഡ് വികസനം, മവഞ്ചേരി UP സ്കൂളിന്റെ കിണറും അനുബന്ധ സ്ഥലങ്ങളും നഷ്ടപ്പെടുമെന്ന ആശങ്ക. സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന നാട്ടുകാരും പൗരപ്രമുഖരും അധ്യാപകരും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ചെമ്പിലോട് 4-ാം വാർഡ് മെമ്പർ MV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. റോഡ് വികസനത്തിന്റെ ഭാഗമായി മവഞ്ചേരി UP സ്കൂളിന്റെ കിണറും മുൻഭാഗത്തുള്ള 3 നില കെട്ടിടവും തൊട്ടടുത്ത 4 നില കെട്ടിടത്തിലേക്ക് കയറാനുള്ള നടപ്പാതയും നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പൌരപ്രമുഖരും അധ്യാപകരും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിക്കാൻ കാരണം. ചെമ്പിലോട് 4-ാം വാർഡ് മെമ്പർ MV അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ മാനേജർ TC അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അശാസ്ത്രീയ വികസനത്തിന്റെ പേരിൽ സ്കൂളിന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് PTA പ്രസിഡന്റ് CP അബ്ദുള്ളക്കുട്ടി വിശദീകരണം നടത്തി. ചക്കരക്കല്ല് റോഡ് വികസനം സാറ്റലൈറ്റ് സർവേക്ക് പകരം മാനുവൽ സർവേയിലൂടെ റോഡിന്റെ വീതി 12 മീറ്ററായി ചുരുക്കി വികസനം യാഥാർത്ഥ്യമാക്കാൻ യോഗം KRFBയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ HM ശ്രീജ, വാർഡ് മെമ്പർ ലോഹിതാക്ഷൻ, മൗഞ്ചേരി മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് CH ഹാരിസ്, ജനറൽ സെക്രട്ടറി K ഫത്താഹ്, റിട്ടയർഡ് അധ്യാപകൻ M മുസ്തഫ, മുസ്ലിം ലീഗ് ധർമ്മടം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ മൗഞ്ചേരി, അധ്യാപകരായ KN ഹുസൈൻ, CV നൌഷാദ്, K വിനോദ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ശേഷം റോഡരികിൽ നടത്തിയ സംരക്ഷണ മതിലിന് ഷംസുദ്ദീൻ കൂടാളി, P ഹാരിസ്, A സത്യൻ, KE ഇന്ദു, തുളസി എന്നിവർ നേതൃത്വം നൽകി. M മുസ്തഫ ചെയർമാനും CP അബ്ദുള്ളക്കുട്ടി ജനറൽ കൺവീനറും ശ്രീജ ട്രഷററുമായിട്ടുള്ള സമിതിയെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. വാരാന്ത്യത്തിൽ ഇനി ഒരിടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ പരിധിയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. സ്റ്റേഡിയം കോർണറിന് മുന്നിൽ നടന്ന സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. മറ്റു രീതിയിലുള്ള ഒരു സമരമല്ല, അക്രമ സമരമല്ല, അല്ലെങ്കിൽ മറ്റ് അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം. ഇത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു സമരമാണ്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ തന്നെ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF അവരുടെ പ്രകടന പത്രികയിൽ വച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സമരത്തിന് ആധാരമായി അവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നു. 2 തവണ ചർച്ച നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ്.
കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും കാലം നടന്ന വനിതകൾ, മഹിളകൾ, സ്ത്രീകൾ ഇത്രയും കാലം ഒരു സമരം നടത്തിയിട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സമരത്തോടെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന നീതി നിഷേധമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കുൽ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ AD മുസ്തഫ, റിജിൽ മാക്കുറ്റി, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, മാധവൻ മാസ്റ്റർ, സുരേഷ് ബാബു എളയാവൂർ, CT ഗിരിജ, MP വേലായുധൻ, ഉഷാകുമാരി, ലിഷ ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അപകട സാധ്യതകൾ കുട്ടികളിൽ എത്തിക്കുന്നതിനായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കൈപ്പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്തു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന പ്രത്യേകതയുമുണ്ട്. അടുക്കളയിലെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും കിണറുവലിയുമൊക്കെ അപകടകരമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരും വിദേശ സർവകലാശാലയിലെ വിദഗ്ധരുമാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പഠനം നടത്തിയത്. ബ്ലോക്ക് പരിധിയിലെ ആശാ വർക്കർമാർ നടത്തിയ ജനകീയ സർവേയിലെ വിവരങ്ങളും കുട്ടികൾക്ക് നൽകുന്ന പഠന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക് വസ്തുക്കളും മനുഷ്യ ശരീരത്തെ അപകടകരമായി ബാധിക്കുന്നുവെന്ന് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിണറിലെ നൈലോൺ കയറും അടുക്കളയിലെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും കിണറുവലിയും ഒക്കെ അപകടകരം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അടുക്കളയിൽ പാത്രം കഴുകുന്ന സ്ക്രബ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്, കിണറിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വലകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ വഴി പ്ലാസ്റ്റിക്കിന്റെ കണങ്ങളായ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നദികളിലും കടലിലും കൂടുന്നതുകൊണ്ട് മത്സ്യങ്ങൾ വഴി മനുഷ്യരിലെത്തുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് ഡോക്ടർ MK സതീഷ് കുമാർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കൈപ്പുസ്തകം വാർത്താ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. അതോടൊപ്പം കുട്ടികളിലൂടെ നമ്മൾ ഇന്ന്, അതായത് 27-നാണ് ഈ പുസ്തകം കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം ഇന്ന് സ്കൂൾ അടക്കുകയാണ്. ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ കൈയൊഴിഞ്ഞ് അവരുടെ കയ്യിൽ പുതിയ പാഠപുസ്തകങ്ങളുടെ കൂടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു പുസ്തകമാണിത്. അത് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും, എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്, എന്താണ് നാനോ പ്ലാസ്റ്റിക്, അതെങ്ങനെ എത്തുന്നു, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു നല്ല ഒരു പുസ്തകമാണ് നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. തീർച്ചയായും അവരുടെ പരീക്ഷാ തിരക്കുകൾ കഴിഞ്ഞ് അവർ ഫ്രീ ആവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീമ കുഞ്ചാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ആശാ വർക്കർമാർക്ക് 2000 രൂപ ഇൻസെന്റീവ്. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി കണ്ണൂർ കോർപ്പറേഷൻ 2025-26 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അവതരിപ്പിച്ചു. 504,90,24,548 വരവും 504,41,44,666 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 84,47,11,593 നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രയോജനപ്പെടുത്തി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനെ 40 കോടി രൂപ ചെലവഴിച്ച് മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്ററാക്കി മാറ്റാനും ബഡ്ജറ്റിൽ തീരുമാനമായി. കേരളത്തിന്റെ ചർച്ചകളിൽ നിറയുന്നത് ലഹരിയും ആക്രമണങ്ങളുമാണല്ലോ. കളിസ്ഥലങ്ങളുടെയും വിനോദ കേന്ദ്രങ്ങളുടെയും കുറവ് യുവജനങ്ങളെ മറ്റു പാതയിലേക്ക് തള്ളിവിടുന്നുണ്ടാകും. യുവജനം എന്ന സമ്പത്തിനെ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും ഉയർച്ചയ്ക്കും ഏറെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അവരെ നാടിന്റെ സ്വത്താക്കി തീർക്കണം. നാടിന്റെ കായിക വികസനത്തിനായി പള്ളിയാമൂലയിൽ കോർപ്പറേഷന്റെ അധീനതയിലുള്ള 87 സെന്റ് സ്ഥലത്ത് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 20 ലക്ഷം രൂപ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടും മാറേണ്ടതുണ്ട്. രാത്രികളെ പകലാക്കുക എന്നത് വർത്തമാനകാലത്ത് വെറും പ്രയോഗമല്ല, യാഥാർത്ഥ്യമാണ്. പ്രായലിംഗഭേദമന്യേ എല്ലാവർക്കും ഒത്തുചേരാനും ഷോപ്പിംഗ് നടത്തുവാനും ഒരു പൊതു ഇടം ഉണ്ടാകണം. മറ്റു പല നാടുകളിലെയും പോലെ നമ്മുടെ നാട്ടിലും സുരക്ഷിതമായ നൈറ്റ് ലൈഫ് എന്ന ആശയം മുൻനിർത്തി സൗത്ത് ബസാറിൽ കോർപ്പറേഷൻ സ്ഥലത്ത് നൈറ്റ് മാർക്കറ്റ് നിർമ്മിക്കും. ഇതിനായി 1 കോടി രൂപ. വ്യാപാര സമുച്ചയം മരക്കാർ കണ്ടി. കോർപ്പറേഷന്റെ ചെലവുകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് തനത് വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്.
ഇതിനായി പറ്റാവുന്ന രീതിയിൽ വരുമാന വർധന ഉണ്ടാക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. ഇതിന്റെ ഭാഗമായി പടന്ന ഡിവിഷനിലെ മരക്കാർക്കണ്ടി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന വ്യാപാര താമസ സമുച്ചയം പണിയും. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 1 കോടി രൂപ ഭിന്നശേഷിക്കാർക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ സെന്റർ ആരംഭിക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് 4 കോടി രൂപയും ഹാപ്പി ഹോം സ്വയംപ്രഭ ഹോമുകൾക്ക് 2.5 കോടി രൂപയും ആനിമൽ ക്രിമിറ്റോറിയത്തിന് 65 ലക്ഷം രൂപയും ബാലസൗഹൃദ അംഗനവാടികൾക്കായി 1 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ വികസനത്തിന് 40 ലക്ഷം രൂപ നീക്കിവെച്ചു. മരക്കാർക്കണ്ടിയിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് മാസത്തിൽ 2000 രൂപ ഓണറേറിയം നൽകാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ആശകൾക്ക് ആകാശം, അതിലൊരു തിരുത്തുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സമൂഹത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്ന സാഹചര്യത്തിൽ മാസത്തിൽ 2000 രൂപ വീതം ഇൻസെന്റീവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. TPS-ന്റെ അംഗീകാരം ലഭിക്കുന്ന ഓൺ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതായിരിക്കും. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ കളക്ട്രേറ്റും അനുബന്ധ സിവിൽ സ്റ്റേഷനും ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. കളക്ട്രേറ്റ് അങ്കണത്തിലെ ആംഫി തിയേറ്ററിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നടത്തി. കളക്ട്രേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ കെ വിജയൻ ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ഹരിത സ്ഥാപനം എന്ന ലക്ഷ്യം കണ്ണൂർ കളക്ട്രേറ്റ് സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരു ജീവന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് കണക്കെടുത്തുകൊണ്ട് മാനുഷികമായ വികാരങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഒരു ബഹുവിധ കരസ്ഥമാക്കാനാണ് സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിച്ച് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളിൽ അത് ആ വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നതിനേക്കാളേറെ ആ കാര്യങ്ങൾക്ക് അറിയുന്നവർ, ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെയാണ് നിങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം അതിൻ്റെ പ്രകൃതി മനോഹരമായ ജനസിദ്ധമായ നൈസർഗികമായ എല്ലാ ഭൂപ്രഭാതികളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥാപനങ്ങൾക്കുള്ള ഹരിത ശുചിത്വ സാക്ഷ്യപത്രങ്ങൾ ചടങ്ങിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു. കലക്ട്രേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ കെ വിജയനും, ജില്ലാ പോലീസ് ഓഫീസിനുള്ള സാക്ഷ്യപത്രം സിറ്റി അഡീഷണൽ പോലീസ് കമ്മീഷണർ KV വേണുഗോപാലും, ജില്ലാ പഞ്ചായത്തിനുള്ള സാക്ഷ്യപത്രം സെക്രട്ടറി ഷൈനി സൂസനും ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ADM പത്മചന്ദ്രക്കുറുപ്പ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. തളാപ്പിലെ ഓട്ടോ ഡ്രൈവർ സുധീന്ദ്രന്റെ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയം ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ. സിറ്റി ന്യൂസ് നൽകിയ വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു മേയർ. പുതുതായി ഓട്ടോ പെർമിറ്റ് നൽകുമ്പോൾ ഹൌസ് പാർക്കിംഗ് എന്ന രീതിയിലാണ് നൽകി വരുന്നത്. ഇത് കോർപ്പറേഷനിലെ ഓട്ടോറിക്ഷകളുടെ ബാഹുല്യം കാരണമാണെന്നും മേയർ പറഞ്ഞു. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. സുധീന്ദ്രൻ പാർക്കിംഗ് സ്ഥലം അനുവദിച്ചു തരണമെന്ന് അപേക്ഷിച്ച് ഏറെക്കാലമായി അധികൃതരെ സമീപിക്കാൻ തുടങ്ങിയിട്ട്. നവകേരള സദസ്സിലും ഗതാഗത മന്ത്രിക്കും അപേക്ഷയും സമർപ്പിച്ചു. എന്നാൽ ഒന്നിനും വ്യക്തമായ ഒരു മറുപടി ഇദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. വീട്ടിൽ നിന്നും പാർക്ക് ചെയ്ത് ഓട്ടോ ഓടിച്ചിട്ട് ചിലവുകൾക്ക് പോലും തികയുന്നില്ലെന്ന വാർത്ത സിറ്റി ന്യൂസ് നേരത്തെ നൽകിയിരുന്നു. ഈ വാർത്തയിലാണ് ഇപ്പോൾ മേയറുടെ പ്രതികരണം ലഭിച്ചത്. ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നേരത്തെ പാർക്കിംഗ് സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാവുന്ന എണ്ണവും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. ഇവിടെ പുതുതായി ഓട്ടോറിക്ഷ അനുവദിക്കുമ്പോൾ RTO അവിടെ കൊടുക്കുന്നത് ഹൗസ് പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയ ഉടനെ തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അവരെ തടയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ടൗൺ പെർമിറ്റ് എന്നൊരു സംവിധാനം നിലവിലില്ല എന്ന് വളരെ നേരത്തെ തന്നെ നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം രീതിയിൽ ടൗൺ പാർക്കിംഗ് എന്ന സംവിധാനം ഇവിടെ ചില ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ RTO സ്വാധീനിച്ചുണ്ടാക്കിയ സംവിധാനമാണ്. അത് നിയമവിധേയമല്ല എന്നുള്ളതാണ് ഇവിടെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന് KMC നമ്പറുമായി വെരിഫിക്കേഷൻ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെടുകയും അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 900-ഓളം ഒഴിവുകൾ നിലവിൽ KMC നമ്പർ വാങ്ങിയ ആളുകൾ ഡബിൾ എൻട്രികൾ ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ 900-ഓളം ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ ക്രമപ്പെടുത്തി നിലവിലുള്ള പാർക്കിംഗ് ഏരിയകളൊക്കെ ക്രമപ്പെടുത്തി അനുവദിക്കാവുന്ന KMC നമ്പറുകൾ അനുവദിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ KMC നമ്പറില്ലാത്ത അത് കോർപ്പറേഷൻ പരിധി താമസിക്കുന്ന അതിൽ കോർപ്പറേഷൻ്റെ പദ്ധതിയിൽ തന്നെ പെടുത്തി അനുവദിച്ച ഓട്ടോറിക്ഷകൾ ഈ പറഞ്ഞ പുതുതായി അനുവദിച്ച ഹൗസ്
പിന്നെ പാർക്കിംഗ് പെർമിഷനുള്ള ഓട്ടോകൾ ഇവർക്കൊക്കെ പിന്നെ KMC നമ്പറുകൾ നൽകിക്കൊണ്ട് വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പുതുതായി ഓട്ടോ പെർമിറ്റ് നൽകുമ്പോൾ ഹൗസ് പാർക്കിംഗ് എന്ന രീതിയിലാണ് നൽകി വരുന്നത്. ഭാവിയിൽ അനുവദിക്കാവുന്ന KMC നമ്പറുകൾ നൽകിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്നും മേയർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്ന തരിപ്പണമായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത പിടി ഹൈക്കോടതി തന്നെ തള്ളിയെന്ന് MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു കുഴൽനാടന്റെ വാദം. കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതാ കാര്യം. അത് രാഷ്ട്രീയ നീക്കം പ്രേരിതമായിരുന്നോ? എല്ലാം രാഷ്ട്രീയമല്ലേ, പിന്നെ രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല. ശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ UDFൻ്റെ BJPയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വേറൊന്നും ഇതിൽ പറയാനില്ല. വിധിക്ക് ശേഷം പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതതിനെ മരിക്കുന്നവരെ പറയും. അതാ പറഞ്ഞത്. പിന്നെ തെളിവില്ലാണ്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ തെളിവില്ല എന്നുള്ളത് തന്നെ വളരെ വസ്തുതാപരമായ കാര്യമല്ലേ? തീർന്നു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.